വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കുക്കിംഗ് ബെഡ് കട്ടിച്ചാണ്. അങ്ങനെ ബെഡ് വെച്ചിട്ടുണ്ട്, മുട്ട ബെഡുണ്ട്, മുട്ടയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഇത് മസാലപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്. ഞാൻ പൊട്ടിച്ചിട്ട എന്റെ കൈ മുറിക്കരുത്. അറിഞ്ഞൂടാ അവള്. എന്റെ കൈ മൊത്തം പുളിസ. കഴിക്കും. മസാല ഇട്ടു. ഇനി അടുത്ത് മസാല ഇട്ടു. മസാല ഇട്ടോ. അപ്പൊ നമ്മള് ആദ്യം നല്ലോണം കലക്കണം, അല്ലെങ്കിൽ അറിയാല്ല അവസ്ഥ. ഉപ്പിട്ട് മതി. ഉപ്പ് കഴിക്കും. എന്തോ കൊള്ളാമോ? ഉപ്പുണ്ടാ? കലക്ക് നല്ലോണം. അപ്പൊ ഗൈസ് നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പില് റൗണ്ട് ആക്കി എടുക്കാം. ഇത് നമ്മള് കേക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. നമ്മൾ ഷേപ്പ് ആക്കാൻ പോവാണ് ഗൈസ്. അടുത്ത ഷേപ്പ് ഇതെല്ലാം നമ്മള് ബ്രെഡ് പൊടിയാകാൻ വേണ്ടിയാണ്. ഇനി അടുത്ത് വേണം. തീർന്നു ബ്രെഡ് കുറയുള്ളൂ, കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. ഷേപ്പില് നല്ല റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇത് കിട്ടുമെന്നോ ഗൈസ് നോക്കാം. ഓവൽ ഷേപ്പായി. ഇത് വേണ്ട. അത് ഏത് ബ്രെഡ് പൊടിയുണ്ട്, റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട മിക്സ്. മുളക് പൊടി ഇട്ട് എന്തൊക്കെ ഇട്ട്? മുളക് പൊടി ഇട്ട്, ഉപ്പിട്ട്, മഞ്ഞപ്പൊടി ഇട്ട്, പിന്നെ മറ്റേന്റെ പേരെന്താണ്? മസാല. അപ്പൊ നൈസിലാ മിക്സ് ആയിട്ടുണ്ട്. ഇത് തേക്കണോ? നീ ചെയ്യാൻ പോണോ? ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നീ ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ കാണിച്ചു. ആദ്യം ഇതിൽ മുക്കണം. ഷേപ്പ് പോയി ഗൈസ്. ഞാൻ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ഒക്കെ പോയി ഗൈസ്. അടുത്ത പീസ് ഇതാ. ഇത് ഭയങ്കര ബ്രെഡ് അപ്പൊ അടുത്ത് നമ്മൾ ഇങ്ങനെ കുറച്ചെടുത്ത് ഇങ്ങനെ കൂട്ടി ഇത് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നാലേ ഒരു മഴയായിരിക്കും. അങ്ങനെ കിട്ടുള്ളൂ. അതിപ്പോ എന്ത് ചെയ്യാ? അപ്പൊ ഗൈസ് അടുത്തിട്ട് കൊടുത്ത് ഇട്. അപ്പൊ ഗൈസ് അടുത്തിട്ട് കൊടുത്ത്. ഹേ ഗായ്സ്, അങ്ങനെ ഇതാ ക്രിസ്പി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. മറിച്ചിടുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. നമ്മളെ കട്ട്ലറ്റ് മോഡൽ. വ്യത്യാസം എന്ന് വെച്ചാൽ ബ്രെഡ് ഇട്ട് ഉണ്ടുള്ള എന്നുള്ളതാണ്. പിന്നെ മുട്ടയുണ്ട്. അപ്പോൾ ഹെൽത്തിയാണ്. നമുക്ക് മുട്ടയൊക്കെ തിന്നാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട്ലറ്റ് രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ. അധികം എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചാൽ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ച് തന്നെ ഉണ്ടാക്കാം. പിന്നെ പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ കട്ട്ലറ്റ് മോഡലിൽ കിട്ടാൻ വേണ്ടി ഈസി ആയിട്ട് നല്ല മൂർച്ചയുള്ള നല്ല ഷാർപ്പ് എഡ്ജുള്ള നല്ല ഗ്ലാസ് എടുത്ത് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത് ഷേപ്പായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്ത ബാക്കി വന്നാൽ നമുക്ക്
ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രെഡ് പൗഡർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിലൊക്കെ കിട്ടും പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ ആണ് നമ്മൾ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പരുവത്തിനും കിട്ടും. ഞങ്ങൾക്ക് തൈര് നോക്കാം. അപ്പൊ ഞങ്ങൾ ഹെൽത്തി ആയുള്ള നിങ്ങളും എക്കുണ്ട്, പിന്നെ ബ്രെഡും ഉണ്ട്. ഇത് എഗ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മസാല, ഉപ്പ്, പിന്നെ ബ്രെഡ് പൊടി. സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഇതൊക്കെ നോക്കണം. ഈവനിങ്ങൊക്കെ ഒങ്കച്ച് തിന്നാണെങ്കിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ